ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ നിർബന്ധിച്ച് നയനയും നവ്യയും കൂടി സിയയുമായുള്ള മാരേജിന് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി സിയയും നന്ദുവുമായുള്ള എൻഗേജ്മെന്റ് നടത്തുകയാണ്. ഇനി നീ അനിയെ കാണുവോ മിണ്ടുവോ ചെയ്താൽ എന്നെ ജീവനോടെ കാണുകയില്ല എന്നും പറഞ്ഞ് കനക ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നന്ദു അത് അനുസരിക്കുന്നുണ്ട്. ഇതോടെ നന്ദുവിനെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നന്ദുവിനെ ഇനി നിനക്ക് കിട്ടില്ലടാ. അവളെ ഏതോ വലിയ സിഐനെ കല്യാണം കഴിക്കാൻ പോവല്ലേ. അതുകൊണ്ട് അവളെ മറന്ന് നീ അനാമിക മോളെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക്. മോളെ ഇപ്പം തന്നെ നീ തറവാട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാനും നിന്റെ കൂടെ വരാം എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്. അതിനെന്താ അമ്മേ, അനാമികേനെ തിരികെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇപ്പം തന്നെ നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയേക്കാം. ഇനിയും ഇതിങ്ങനെ വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല എന്നിങ്ങനെ പറയുകയാണ് അനി. ഇത് കേട്ട് ദേവയാനി ആകെ ഷോക്കാവുകയാണ്. മോനെ അനി, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? ആ മൂദേവിയെ വീണ്ടും തിരിച്ചു വിളിച്ചോണ്ട് വരാൻ നീ തീരുമാനിച്ചോ? നന്ദുവിനോടുള്ള ദേഷ്യം കൊണ്ടാണോ? നിനക്കിനി മതിയായില്ലേ അവളെ? എന്താ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ, വല്യമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, എന്തായാലും ഞാൻ അനാമികയും അവളുടെ വീട്ടുകാരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അനി ജാനകിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അനിയും ജാനകിയും ഒക്കെ വരുന്നത് കാണുമ്പോൾ വേണുവിനും രേവതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രണ്ടുപേരും വരുന്നത് കണ്ട് വേണുവിനും രേവതിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. നന്ദുവിന്റെ കല്യാണം ഓർപ്പിച്ചതോടുകൂടി ജാനകിയുടെ മകന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. എൻ്റെ മോളെ തേടിയെത്തത് കണ്ടില്ലേ? ഇനിയെങ്കിലും ഇവന് പറഞ്ഞു കൊടുക്ക് ജാനകി, ഇവന്റെ ഭാര്യ അനാമിക മോളാണെന്ന്. ഇനിയെങ്കിലും ആ നന്ദുവിനെ മറന്ന് അനാമിക മോളുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് വേണു പറയുമ്പോൾ, ഇപ്പോൾ ഇവന്റെ മനസ്സൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് വേണു. ആ പോലീസുകാരുടെ വിവാഹം ഉടനെ ഉണ്ടാകും. അവള് സിഐയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതിന് ശേഷം എനിക്ക് അവളെ വേണ്ട, അനാമികയെ മതിയെന്ന്. അല്ലേടാ, പെട്ടെന്ന് പോയി അനാമിക മോളെ വിളിച്ചിറക്കിക്കൊണ്ട് വാടാ എന്ന് ജാനകി കൽപ്പിക്കുകയാണ്. അതേതായാലും നന്നായി. കനകയ്ക്ക് ഇപ്പോഴെങ്കിലും മോളെ കെട്ടിച്ചു വിടാൻ തോന്നിയല്ലോ. അതോടെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അനാമിക മോളെ വിളിച്ചോണ്ട് പോകാൻ നിങ്ങളുടെ മകന് തോന്നിയല്ലോ എന്നിങ്ങനെ രേവതി പറയുമ്പോഴേക്കും അനാമിക അനിയുടെ അടുത്തേക്ക് വരികയാണ്. ആ മൊട്ടച്ചി നിന്നെ ഇട്ടിട്ട് പോയപ്പോഴേക്കും നിനക്ക് എൻ്റെ വില മനസ്സിലായല്ലേടാ. എനിക്കറിയായിരുന്നു നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. എൻ്റെ കാല് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ നീ? എന്നാ പെട്ടെന്നാവട്ടെ. പിന്നെ എൻ്റെ കാല് പിടിച്ചാൽ മാത്രം പോരാ, മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരമായിട്ട് 3-4 കോടി വാങ്ങിത്തരികയും വേണം. എന്താ നിനക്കതിന് പറ്റുമോ എന്നൊക്കെ അനാമിക അനിയുടെ ഒരിക്കൽ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന അനി, എടി ആർക്ക് വേണം നിന്നെ? അതിന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതൊന്നുമല്ല. എന്നാൽ ഞാൻ വന്നതേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. അത് ചെയ്തിട്ട് ഞാനങ്ങ് തിരിച്ചു പോയേക്കാം. പിന്നെ നന്ദു വിവാഹത്തിന് സമ്മതിച്ചതേ അവൾക്ക് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവളുടെ അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ്. അവളുടെ എൻഗേജ്മെന്റ് മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനിനിയും സമയം ബാക്കിയുണ്ടടി. നിന്റെ കഴുത്തില് ദായി കിടക്കുന്ന താലിയുണ്ടല്ലോ, ഇത് ഞാൻ കെട്ടിയതല്ലേ. ഇത് പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞാനി അവളുടെ താലി പൊട്ടിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ്. ഇല്ലടാ, ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഈ താലി ഞാൻ ഊരി മാറ്റില്ല. ഞാൻ നിന്റെ ഭാര്യയാണെന്നുള്ള ഏക തെളിവാണ് ഈ താലി. അത് ഞാൻ പറിച്ചു തരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അനിയുടമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാനുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അനാമിക പ്രശ്നം ഉണ്ടാക്കുകയാണ്. എടാ, നീ ഇതിനാണോടാ എൻ്റെ കൂടെ പോകുന്നത്? എങ്ങനെയെങ്കിലും അനാമിക മോളെ ആശ്വസിപ്പിച്ച് അനന്തപുരിയിലേക്ക് തിരികെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ നീ താലി അറുത്തുമാറ്റി ബന്ധം മുറിക്കാൻ നോക്കുന്നോടാ. നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി അനിയെ അടിക്കുകയാണ്. എന്നെ തല്ലിയാലും കൊന്നാലും ശരി, ഇന്നത്തോടെ ഇവളുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കും അമ്മേ. ഞാൻ കിട്ടിയ താലിച്ചരടിന്റെ ബലത്തിലാണ് അവൾ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. അനാമികയുടെ കഴുത്ത് താലി കൊട്ടാൻ മറ്റൊരുത്തനുണ്ടല്ലോ, അവൻ വന്ന് കെട്ടിക്കോട്ടെ. ഞാൻ കെട്ടിയ താലി ഞാൻ തന്നെ അഴിച്ചെടുക്കും. അതും കഴുത്തിലിട്ടോണ്ട് നടക്കാൻ ഇവളെ എനിക്ക് വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അനി അനാമികയുടെ കഴുത്തി പിടിക്കുകയാണ്. ശേഷം താലി വലിച്ചു പൊട്ടിക്കുകയാണ് അനി. ഇത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് അനാമികയും അവളുടെ വീട്ടുകാരും. എന്താ ജാനകി ഇത്?
ഇത്രയും വലിയ കെടുങ്കൈ എൻ്റെ മോളോട് വേണ്ടായിരുന്നു എന്നിങ്ങനെ വേണു പറയുമ്പോൾ, ഇത് മാത്രമല്ല, ഡിവോഴ്സ് പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മകൾ കൂടി സൈൻ ചെയ്താൽ മതി. അതിന് നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും പറഞ്ഞോ. എൻ്റെ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാനത് ചോദിച്ച് വാങ്ങിത്തരാം. എത്രയും പെട്ടെന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. ഇല്ലെങ്കിൽ സൈൻ ചെയ്ത് മേടിക്കാനുള്ള വഴിയും ഈ അനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അവിടെ ഇട്ട് പോവുകയാണ് അവിടുന്ന് അനി. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ആ നന്ദു പോയതോടെ അവൻ മോളെ സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ആ പ്രതീക്ഷയും പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് സൈൻ ചെയ്തേരം മോളെ, വേറെ വഴിയൊന്നുമില്ല. ആ കിളവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കോടികളൊക്കെ വാങ്ങിച്ചെടുക്കാം എന്നൊക്കെ വേണു അനാമികയെ ഉപദേശിക്കുകയാണ്. തിരികെ വീട്ടിലെത്തിയപ്പോൾ അനിയുടെ കയ്യിൽ താലിമാല ഇരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. ജാനകി വന്ന് എല്ലാവരോടും നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അനിമോൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ ജാനകി? അവൻ കെട്ടിയ താലിയുമായിട്ടല്ലേ അവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. അതിനവൾക്ക് ഇത്രയെങ്കിലും കൊടുക്കണം. ഇനി അതിട്ടോണ്ട് അവൾ നടക്കണ്ട. അതിട്ടോണ്ട് നടക്കാനുള്ള യാതൊരു യോഗ്യതയും അനാമികയിൽ ഞാൻ കാണുന്നില്ല. ആ മൂദേവി ഇനി ധൈര്യമായിട്ട് മറ്റവനെ കെട്ടിക്കോട്ടെ. അവൻ്റെ താലിയാണ് ഇനി അവളുടെ കഴുത്തിൽ കിടക്കേണ്ടത്. അനിമോൻ രക്ഷപ്പെട്ടു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അനാമികയെപ്പോലെ നല്ലൊരു കൊച്ച് ഇനി അവൻ്റെ ജീവിതത്തിൽ വരികയല്ലേ ഏട്ടത്തി. കയ്യിൽ വന്ന മഹാലക്ഷ്മിയാണ് അവൻ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. ഇനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് അനിയെക്കൊണ്ട് തന്നെ ആ താലിമാല തിരികെ അവളുടെ കഴുത്തെ കെട്ടിക്കണം. അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ് ജാനകി. അത് കേട്ട് ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അജയൻ. എടി ജാനകി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അനാമിക എന്ന ഒഴിയാബാധ നമ്മുടെ മകൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോഴാണ് അവനെക്കൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്ന്. നിനക്ക് വല്ല ഭ്രാന്തമുണ്ടോ? നമ്മുടെ മോന് എത്ര നല്ല പെൺകുട്ടികളെ ഇനിയും കിട്ടും. ഇനി അനാമിക എന്ന പേര് നീ ശബ്ദിച്ചു പോകരുത്. അത്രയും വെറുക്കുന്നുണ്ട് ഞാൻ അവളെ എന്നും പറഞ്ഞ് അജയൻ ജാനകിയുടെ വായടപ്പിക്കുന്നുണ്ട്. അനക്കിക്ക് ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്നും അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ ആദർശ് നയനെ വിളിച്ച് പറയുകയാണ്. അത് നവ്യയോട് വന്ന് സന്തോഷത്തോടെ നവ്യയോട് വന്ന് പറയുകയാണ് നയന. ഇതൊക്കെ വലിയ കാര്യമാണോടി? അത് ആദർശേട്ടൻ്റെ കാമുകിയാണ്. അവൾ മരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അവൾ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം പറഞ്ഞ് നീ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ നയനെ കളിയാക്കുകയാണ്. നവ്യേച്ചി, അനഘ ഒരു പാവമാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് പറയുവാൻ എനിക്ക് ആവില്ല എന്ന് പറഞ്ഞ് നയന തിരിച്ചു പോവുകയാണ്. എന്നാൽ ദേവയാനി അടുത്ത ദിവസം തന്നെ അനഘയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവളെ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ അമ്മായിക്ക് നാണമില്ലേ? സ്വന്തം മകൻ്റെ കാമുകിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആദ്യത്തെ അമ്മയായിരിക്കും നിങ്ങൾ എന്ന് നവ്യ പറയുമ്പോൾ, അനഘയുടെ മകളാണ് ചന്തുമോള്. അവളെ കാണാനാണ് അനഘ വന്നത്. അതിന് നീ വേറെ അർത്ഥമൊന്നും കണ്ടെത്തേണ്ട നവ്യ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ദേവയാനി മേഡം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. ചിലരുടെ കുടുംബം ഞാൻ കാരണം തകരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം എന്നിങ്ങനെ അനഘ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താടി പറയാൻ പോന്നേ? പറയാനുള്ളത് നീ അങ്ങ് പറഞ്ഞു തൊലയ്ക്ക്. ആദർശേട്ടൻ നിന്നെ ചതിച്ചു. പിന്നെ നിനക്ക് എന്ത് സ്ഥാനമാണ് ഈ വീട്ടിലുള്ളത്? കുഞ്ഞിനെ കാണാൻ വന്നതാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടങ്ങ് പോയിക്കൂടെ? നിനക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നി? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആദർശേട്ടൻ ഇപ്പോഴും തലയുയർത്തി നടക്കില്ലായിരുന്നു. ഈ ഭൂമിയിൽ തന്നെ അങ്ങേരുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് നവ്യ. വാ അനഘേ, നീ ചന്തുമോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്? നവ്യ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് ദേവയാനി അനഘയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ എന്താ ഇത്ര സംസാരം? ഇവളെ അടിച്ചിറക്കേണ്ടത് അമ്മായിയല്ലേ? എന്നിട്ട് അവളോട് സ്നേഹം കാണിക്കുന്നു. എന്താണെന്നറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ല എന്നൊക്കെ ആലോചിച്ച ശേഷം നവ്യ അവരുടെ സംസാരം കേൾക്കാനായിട്ട് മാറി നിൽക്കുകയാണ്. ചന്തുമോളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അനഘ. അമ്മ ഇനി എന്നെ വിട്ട് പോകരുത്, നമുക്കൊന്നിച്ച് ഈ വീട്ടിൽ താമസിക്കാം എന്നൊക്കെ ചന്തുമോള് പറയുമ്പോൾ, അതിന് എന്നെ കൊണ്ട് പറ്റില്ല മോളെ. അബി എന്ന് പറയുന്ന ദുഷ്ടൻ താമസിക്കുന്ന വീടാണിത്. അവൻ മോളുടെ അച്ഛനൊക്കെ ആയിരിക്കും, എന്നാൽ ആ സ്നേഹമൊന്നും അവനില്ല. അവൻ എന്നെയും മോളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ അനഘ ചന്തുമോളോട് പറയുന്നത് കേട്ട് പൊട്ടിക്കരയാണ്. ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നവ്യ.
എൻ്റെ അഭി ചന്തുമോളുടെ അച്ഛൻ എങ്ങനാകും എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ. നവ്യ വീണ്ടും അവരുടെ സംസാരം കേൾക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദേവയാനി വന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, ഇനി ആ പേടി അനഘയ്ക്ക് വേണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ടിവിടെ. മോളോടൊപ്പം എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഈ തറവാട്ടിൽ താമസിക്കാം. ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്ത് സഹായത്തിനും. എത്ര പണം വേണമെങ്കിലും നിനക്ക് തരാം. എന്നാൽ നവ്യ ഇതൊന്നും അറിയാൻ പാടില്ല, അത് നീ എനിക്ക് വാക്ക് തരണം എന്ന് ദേവയാനി ആവശ്യപ്പെടുകയാണ്. ശരി മേഡം, ഞാനായിട്ട് ഇതൊന്നും നവ്യെ അറിയിക്കില്ല. ഒരുപാട് കാലം ഈ കള്ളത്തരങ്ങളൊന്നും മൂടിവെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരുമല്ലോ. അതിനു മുമ്പ് നിങ്ങൾ തന്നെ എല്ലാം നവ്യയോട് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. അഭിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന കാര്യം ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ? ആ കുറ്റം എങ്ങനെയെങ്കിലും തെളിയിച്ചല്ലേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അനഘ. അവരുടെ സംസാരമൊക്കെ കേട്ട് ആകെ തളർന്നു പോവുകയാണ് നവ്യ. അങ്ങനെ അവസാനം ആദർശിനെ കോൾ ചെയ്യുന്നുണ്ട് നവ്യ. ഞാനീ കേട്ടതൊക്കെ സത്യമാണ് ആദർശേട്ടാ. നിങ്ങളല്ല, എൻ്റെ ഭർത്താവ് അഭിയാണല്ലേ ചന്തുമോളുടെ അച്ഛൻ. അത് നവ്യെ, നീ കേട്ടതൊന്നും സത്യമല്ല. ഞാൻ തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ. അഭി ഒരു പാവമാണ് എന്നൊക്കെ ആദർശ് കള്ളം പറയുന്നുണ്ട്. വേണ്ട ആദർശേട്ടാ, ഇനി എന്നെ വിഡ്ഢിയാക്കാമെന്ന് ആരും കരുതണ്ട. ഇത്രയും നാളും നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം സഹിച്ചില്ലേ? ഇനി മതി. ആദർശേട്ടനെ മോശക്കാരനാക്കിയ ഇത്രയും നാൾ ഞാൻ പെരുമാറിയത്, അതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എൻ്റെ ഭർത്താവെന്ന് പറയുന്നതിനെ എനിക്കിപ്പോൾ തന്നെ കാണണം. എൻ്റെ ഭർത്താവിനെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ്. എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് മടിയില്ല. അഭി എന്ന് പറയുന്നവൻ ഇനി സന്തോഷമായിട്ട് ജീവിക്കില്ല. അവൻ ജീവിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരുവാ ആദർശേട്ടാ എന്നും പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം നവ്യ ഓഫീസിലേക്ക് പുറപ്പെടുകയാണ്. ഇതൊന്നും അറിയാതെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അഭി.